നമസ്കാരം. സാമാജികനൊപ്പം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം സംസാരിക്കുന്നത് കോഴിക്കോട് ചേവായൂർ വാർഡിനെ പ്രതികരിക്കുന്ന വിദ്യാ ബാലകൃഷ്ണനാണ്. മാഡം, നമ്മുടെ വാർഡിനകത്ത് നിരവധി റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. എല്ലാ വാർഡിനകത്തും ഉള്ളതാണ്. പലതും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. ഈ വാർഡിനകത്തെ, നമ്മുടെ ചേവായൂർ വാർഡിനകത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനത്തെ പറ്റിയിട്ട് വാർഡ് കൗൺസിലർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് റെസിഡൻസ് അസോസിയേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാട് എന്ന് പറയുമ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ കടന്നു വരുന്നതിന് മുമ്പ് തൊട്ട അയൽ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ അറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് നഗരത്തിൻ്റെ ഒരു കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നിടത്താണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു കടന്നുവരവ് ഉണ്ടായിട്ടുള്ളത്. റെസിഡൻസ് അസോസിയേഷനിൽ കടന്നു വന്നതോടുകൂടി അയൽ വീടുകൾ തമ്മിലുള്ള ഒരു അടുപ്പവും ബന്ധവും എല്ലാം വർദ്ധിച്ചു വരികയും വർഷത്തിൽ ഒരു ദിവസമെങ്കിലും തൊട്ടടുത്ത വീടുകളിൽ എല്ലാവർക്കും ഒത്തുചേരാനും പ്രോഗ്രാമുകളുമായി കാണാനും ആസ്വദിക്കാനും അവതരിപ്പിക്കുവാനും, പ്രത്യേകിച്ച് ഒരു മുതിർന്ന ഒരു സമൂഹത്തെക്കുറിച്ച് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സുരക്ഷിതത്വം കൂടിയാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന സാമൂഹിക കൂട്ടായ്മയുണ്ട്. സാംസ്കാരിക മേഖലയിലുള്ള ഒരു വലിയ ഒരു വളർച്ച റെസിഡൻസ് അസോസിയേഷനിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഒരു വലിയ എല്ലാ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഞാൻ പൊതുവേ ഉള്ള വാർഡെന്നല്ല മൊത്തമായിട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അതായത് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷത്തിൻ്റെ ഇടയിൽ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എനർജി റീസെൻ്റ്ലി അത് പലയിടത്തും എവിടേക്കോ ചോർന്ന് പോവുകയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെ എന്നാൽ പോലും കൗൺസിലർ എന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടും സഹകരണവും എല്ലാം റെസിഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പ്രദേശത്തുണ്ടാകുന്ന വിഷയങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാനും എല്ലാം റെസിഡൻസ് അസോസിയേഷനുകൾ എന്നും ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ലൊരു രീതിയിലുള്ള സഹകരണമായിട്ട് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കായിക രംഗത്ത് ഒരുപാട് വലിയ സവിശേഷതകളുള്ള പ്രദേശം കൂടിയാണ് ചേവായൂർ എന്ന് പറയുന്നത്. ഒരു ഗ്രൗണ്ടിന്റെ അഭാവം ചേവായൂരിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മളൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തെ പറ്റിയിട്ടും ചേവായൂരിനെ ചേർത്ത് വെച്ചുകൊണ്ട്, തങ്ങളുടെ വാർഡിനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം ഇക്കാര്യത്തിലൊക്കെ എന്താണ് നമ്മുടെ ചേവായൂരിനെ സംബന്ധിച്ച് മുൻപ് ഇപ്പോൾ നമ്മുടെ RTO ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഇരിക്കുന്ന പാറപ്പുറം പ്രദേശത്ത് ഇപ്പോൾ അത് കേരളത്തിലെ തന്നെ നമ്പർ 1 കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടായി മാറി. അപ്പോൾ അതിന് മുൻപായിക്കൊണ്ട് ആ പ്രദേശം നമ്മൾ കുറേ പേര് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും നേരം പോക്കിനും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് ഈ സ്പോർട്സ് പോലുള്ള മേഖലകൾക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ചർച്ച ഞാൻ കൗൺസിലർ ആവുന്നതിൻ്റെയും ഏകദേശം ഒരു 4-5 വർഷം മുൻപേ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചർച്ചയാണ്. കഴിഞ്ഞ നാഷണൽ ഗെയിംസ് മുൻനിർത്തിക്കൊണ്ടായിരുന്നു ആ സ്റ്റേഡിയത്തിൻ്റെ പ്രോജക്റ്റും പ്രപ്പോസൽസും എല്ലാം മൂവ് ചെയ്തത്. അതിൻ്റെ പ്രോജക്റ്റിലുണ്ടായിരുന്നത് അത് നമ്മുടെ സ്പോർട്സ് കൗൺസിലിന് കൈമാറണം. സ്പോർട്സ് കൗൺസിൽ 50 ലക്ഷം രൂപ നമ്മുടെ ഹോസ്പിറ്റലിന് കൈമാറണം, അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് നാഷണൽ ഗെയിംസ് എന്ന്. ആ രീതിയിലാണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം മുന്നോട്ട് പോയത്. പക്ഷേ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഫണ്ട് കൊടുക്കാൻ, കാരണം ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ആ കൺസിഡറേഷൻ 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാതെ പോവുകയും അപ്പോൾ ആ സ്ഥലം നമ്മുടെ സ്പോർട്സ് കൗൺസിലിന് പൂർണ്ണമായ രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയാതെ, ആ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെ ഗവൺമെൻറ്, നമുക്കറിയാം ഇതെല്ലാം ഈ ഹെൽത്ത് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഉള്ള ഭരണ സംവിധാനം, വെദർ ഇറ്റ് ഈസ് LDF or UDF, നമ്മൾ നേരിടുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് ബ്യൂറോക്രസി. ഈ ഡിപ്പാർട്ട്മെൻ്റൽ ഈഗോ. ഒരു ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്തിൻ്റെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് അതിനെ കാണും. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അത് അവരുടെ ഓൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തമാണ്, അല്ലാതെ ഇത് പബ്ലിക്കിൻ്റെയാണ്, ഗവൺമെൻറ്റിൻ്റെയാണ്, ജനങ്ങളുടെ ആണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകും. നമുക്കറിയാലോ, പല റോഡുകൾ, പ്രധാനപ്പെട്ട ലക്ഷങ്ങൾ കോടികൾ ചിലവഴിച്ച് ഒരു പ്രധാനപ്പെട്ട ഹൈവേയോ റോഡോ ഉണ്ടാക്കിയെടുക്കും. തൊട്ടടുത്ത ദിവസമായിരിക്കും വാട്ടർ അതോറിറ്റിയുടെ ആളുകൾ വന്നിട്ട് അത് മൊത്തമായിട്ട് JCB ഇട്ടുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നത്.
അപ്പോൾ അതൊരു ഒന്ന് പൊതുജനത്തിൻ്റെ പണം, നികുതി പണം നഷ്ടമാവുന്നു. ഈ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് ലഭ്യമാക്കാവുന്ന സൗകര്യങ്ങൾ പോലും നമ്മുടെ ഈ ഒരു നാട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പല രാജ്യങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടിയാണ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പരമാവധി എങ്ങനെ ഫയലുകൾ നേരം വഴുക്കാൻ പറ്റും, പരമാവധി എങ്ങനെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു അറ്റാക്കിസം നമ്മൾ എത്ര തന്നെ പൗരാവകാശ സംവിധാനങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജനകീയ ഭരണം, ഡെമോക്രസിയാണ് ഏറ്റവും വലിയ സിസ്റ്റമാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ രീതിയിലുള്ള പ്രശ്നത്തിന് ഇപ്പോഴും നമുക്ക് ഒരു പരിഹാരം, ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. അഴിമതി ഈ പറയുന്ന മേഖലയിൽ പലയിടത്തും വലിയ രീതിയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെല്ലാം ഇത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവർക്കും അതീതമായിട്ട് അവർക്കും ചെയ്തെടുക്കാൻ കഴിയാത്തതിനപ്പുറം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പം നമ്മുടെ വാർഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ CWIDM പനാത്തുതാഴം റോഡും അതുപോലെ തന്നെ വെള്ളിമാടുകുന്ന് ഈ മെഡിക്കൽ കോളേജ് കോവൂരേക്കെത്തുന്ന റോഡും എല്ലാം ഞങ്ങളുടെ വാർഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഈ വാർഡിന്റെ 4 ഭാഗത്തും വീതിയേറിയ റോഡ്, ഇപ്പുറത്ത് വന്നാൽ മാവൂർ റോഡാണ്. അപ്പോൾ അങ്ങനെയുള്ള വീതിയേറിയ റോഡുകൾ, വലിയ രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഈ വാർഡിനകത്തേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ വാർഡ് കൗൺസിലർ ഇതിനെ നോക്കി കാണുന്നത്? നമ്മളെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, എന്നെ സംബന്ധിച്ചും ഒരു സ്വകാര്യമായ അഹങ്കാരമാണ് കോഴിക്കോട് നഗരത്തിൽ ഇത്രയും അധികം സൗകര്യമുള്ള ഒരു വാർഡ് ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. കാരണം 4 വശവും ഒരു വാർഡിൻ്റെ 4 അതിർത്തിയും പൂർണ്ണമായിക്കൊണ്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഗതാഗത സൗകര്യം ഏർപ്പെടുത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വാർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ദ്രുതഗതിയിൽ കഴിഞ്ഞ ഒരു അറൗണ്ട് ഒരു 1 ഇയർ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല ആശങ്കകളെല്ലാം പ്രദേശത്തുണ്ട്. കാരണം ഈ റോഡുകളൊക്കെ വരുമ്പം വെള്ളം, ഡ്രൈനേജ് സിസ്റ്റം എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും വീടുകളിലേക്കാൾ ഹൈറ്റിലേക്ക് റോഡ് വരുന്നു. അപ്പോൾ റോഡിൽ നിന്ന് വെള്ളം പോവുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആളുകളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. വലിയൊരു റോഡുകൾ വരുന്ന സമയത്ത് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വാർഡിലെ ജനങ്ങൾ ഈ പ്രവർത്തനങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചേവായൂരിലെ ലെപ്രസി കേന്ദ്രം, ഈ ആരോഗ്യ കേന്ദ്രം, അത് നമ്മുടെ വാർഡിനകത്താണ്. അതിന്റെയൊക്കെ പ്രവർത്തനത്തെ പറ്റിയിട്ട് അതിലൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൽ ആദ്യം തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ യോജന സംഘടനയുടെ ആവശ്യപ്രകാരമാണ് ആ ഹോസ്പിറ്റലിൻ്റെ പേര് മാറ്റി ഡെമറ്റോളജി ഹോസ്പിറ്റൽ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൻ്റെ ഇടയിൽ ഒട്ടനവധി മാറ്റങ്ങൾ അതിൻ്റെ പല മേഖലകളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പുതിയ വാർഡ്, പുതിയ കെട്ടിടത്തിലേക്ക് ഒരു കെട്ടിടം ഓൾറെഡി ഓപ്പൺഡാണ്. പുതിയ വാർഡും സൗകര്യങ്ങളും വന്നിട്ടുണ്ട്. പുതിയൊരു ബിൽഡിംഗ്, ഒരു 1.2 crore ബിൽഡിങ്ങിൻ്റെ പണി ഓൾമോസ്റ്റ് അതൊരു 80% പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്കൊരു വർഷം മുമ്പെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അന്ന് എന്താ പറയുക, അവരുടെ അതിൻ്റെ കോസ്റ്റും എസ്റ്റിമേറ്റും ഒക്കെ റിവൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫയൽ നീങ്ങിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ അത് അന്ന് VS ശിവകുമാർ ആയിരുന്നു അതിന് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് സാങ്ഷൻ തന്നായിരുന്നു. പദ്ധതിയിൽ വെച്ചുകൊണ്ട് സാങ്ഷൻ തന്നിട്ടാണ് ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ജനറൽ OP, നമുക്കറിയാം നഗരത്തിലെ തന്നെ ഏറ്റവും നല്ല ഡെമറ്റോളജിസ്റ്റാണ് അവിടെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഈ ഡെമറ്റോളജിയെ സംബന്ധിച്ച് ജനങ്ങൾ അതിനെക്കുറിച്ച് കുറേ കൂടി അവെയർ ആവുകയും അതിനോട് പ്രത്യേകമായൊരു താല്പര്യം ഇന്ന് ഡെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പൊതുവേ സമൂഹത്തിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സ്കോപ്പ് ഇൻ ഫ്യൂച്ചർ ആ ഹോസ്പിറ്റൽ, ആ ഒരു ജില്ലാ ഡെമറ്റോളജി ഹോസ്പിറ്റൽ എന്ന രീതിയിൽ ആ ഹോസ്പിറ്റലുണ്ട്. ഒരു പഴയ ബംഗ്ലാവിന് റിനോവേഷന് വേണ്ടി ഒരു 25 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിനാൻസിന് വേണ്ടിയുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് അതിന് എസ്റ്റിമേറ്റിനും കാര്യങ്ങൾക്കും PWDയിലേക്ക് ആ ഫയൽ പോയിട്ടുണ്ട്. നിലവിൽ അത് സാങ്ഷൻ ആയിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക, വേറൊരു ആവശ്യമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അതിനുള്ള ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും കോസ്മെറ്റോളജി അതുപോലെ തന്നെ അതുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു ഫ്യൂച്ചർ ഡെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരാനുള്ള സൗകര്യം അതിനുണ്ട്. കാരണം 35-36 ഏക്കർ സ്ഥലം, വലിയ വിശാലമായിട്ടുള്ള ഏരിയ ആ ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ട്. പേഷ്യൻസിൻ്റെ എണ്ണം 100ൻ്റെ ഒരു
100-120 പേരോളം അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്കോപ്പ് ആ ഒരു ആരോഗ്യ മേഖലയിൽ അവിടെ വരാൻ ലെപ്രസി കേന്ദ്രത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും 10% നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അതെങ്ങനെ സാധിച്ചു ഈ ഒരു കൈവരിക്കാൻ? ഈ വർഷത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് ഇയർ. അതായത് ഈ വർഷം നമുക്ക് 2 ഇലക്ഷനെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളും എല്ലാം വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയല് താമസിക്കുകയുണ്ടായത്. കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ നമുക്കതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഫയല് ഫസ്റ്റ് ഇയറിൽ ഞാൻ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഫസ്റ്റ് ഇയറിൽ കടന്നു വരുമ്പം കോഴിക്കോട് നഗരത്തിലെ തന്നെ യങ്ങസ്റ്റ് കൗൺസിലറായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയും സ്റ്റുഡൻ്റ് ആയിരുന്നു, LLB ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ പരിമിതികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെ, കാരണം പുറത്ത് ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു യൂത്ത് വിദ്യാർത്ഥി സംഘടനയിലൂടെ സംഘടനാ പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ അതിൻ്റെതായ വലിയ ബുദ്ധിമുട്ട്, കാരണം ഇതിൻ്റെ സിസ്റ്റം അറിയില്ല, ഈ ഫയലിൻ്റെ പ്രോസസ്സിങ് അറിയില്ല, എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു എന്നറിയില്ല. പക്ഷേ ഗ്രാജ്വലി ആ ഒരു സിസ്റ്റം അത് പഠിച്ചെടുക്കാൻ പറ്റിയതിന് ശേഷം കൃത്യമായ ഒരു ഫോളോ അപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വലിയ ബുദ്ധിമുട്ട് ആവില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ കൃത്യമായിട്ട് ഫയലുകളുടെ, പിന്നെ നമ്മുടെ ഓഫീസിലുണ്ടാകുന്ന ഒരു കാര്യം, ഫയൽ ചിലപ്പോൾ നമ്മൾ അതിന് പിന്നാലെ, അതായത് നീക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയതിൻ്റെ ഒരു സൗകര്യം കൊണ്ട്, പിന്നെ ദൈവത്തിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ടും ജനങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ടും എല്ലാം കൂടെ അതങ്ങ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇത്രയും നേരം നമ്മുടെ വാർഡിനകത്തേക്ക് കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൗൺസിലർ എന്ന നിലയിലേക്ക് കൗൺസിലിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പം നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ പറ്റിയിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുണ്ടാകുക ഹെൽത്ത് കമ്മിറ്റി ആയിരിക്കും. പല കൗൺസിലും ഹെൽത്ത് കമ്മിറ്റിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് വിഷയങ്ങൾ റേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് ആ കമ്മിറ്റി കുറച്ചുകൂടെ വളരെ ഒരു ജനകീയമായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് ഇഷ്യൂസ് ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ വാഹനങ്ങൾ, ഇപ്പോൾ കോഴിക്കോട് നഗരസഭയെ സംബന്ധിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാഹനങ്ങളുണ്ട്. പക്ഷേ അതിൽ ഒരു 60-70% ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് മുൻകാലങ്ങളിൽ നടത്താത്തത് കൊണ്ടാണ്. നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പ്രദേശത്തുള്ള ഒരുവിധം വേസ്റ്റ് റിമൂവലിനൊക്കെ അത് ഏറ്റവും സൗകര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുമായിരുന്നു. പക്ഷെ അത് നമുക്ക് ഭാഗത്തുനിന്നുണ്ടായൊരു വീഴ്ച. പക്ഷേ ഇന്നത്തെ ഒരു കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നഗരത്തിൽ നമുക്കറിയാം ഭക്ഷണം ലഭ്യമാകുന്ന ഒരു സാഹചര്യം, പല ഹോട്ടലുകളും വളരെ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുകയും ആ ഒരു രീതിയിൽ ഭക്ഷണം ജനങ്ങൾക്ക് നൽകിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് അവിടെ ഇടപെടുകയും റെയ്ഡുകൾ സംഘടിപ്പിക്കുകയും ഹോട്ടലുകളെ പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ മുന്നോടിയാണ്. നമ്മൾ തുടക്കത്തിൽ ഈ ചെയ്തെടുത്ത കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നഗരത്തിൽ ഒരു പരിധി വരെ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മളിപ്പോൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണ് കോർപ്പറേഷൻ ഊന്നൽ നൽകുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഞെളിയമ്പറമ്പ് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായി മാറുകയും ചെയ്യണം. കാരണം വികേന്ദ്രീകരണം എന്നുള്ളത് പ്രായോഗികമാക്കിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടുകൾ അതിൻ്റെതായതുണ്ട്. പക്ഷേ ഈ ഞെളിയമ്പറമ്പിലെ പ്ലാന്റ് നമുക്ക് ഇനി എങ്ങനെയൊക്കെ നവീകരിച്ചെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സാധ്യതകൾ ഇനി അത് നമ്മളിതിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തിലെ ആളുകളുടെ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കും. അപ്പം ഇതിൽ ഈ വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് എല്ലാ വീടുകളും തീരുമാനം എടുക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് ഞാൻ ഇവിടെ തന്നെ അത് എന്താ പറയുക റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമാവുന്ന രീതിയിലെല്ലാം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഡിസ്പോസ് ചെയ്യാവുന്ന വേസ്റ്റ് തന്നെയുള്ളൂ.
പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് ഉപരിയായിക്കൊണ്ട് ഫ്ലാറ്റുകളിലേക്ക് നമ്മുടെ ഒരു സാമൂഹിക ജീവിതാവസ്ഥ മാറുന്ന സമയത്ത് അവിടെ ഇതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ എത്ര തന്നെ അവിടെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഒരു 10% കൂടുതലായിട്ട് ആ സൗകര്യം അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേസ്റ്റുകൾ നമുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഡംപ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, വികേന്ദ്രീകരണം എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയ, ഈ 4-5 ഫ്ലാറ്റുകൾ നിൽക്കുന്ന ഒരു വാർഡിലെ വേസ്റ്റ് ആ വാർഡിൽ എവിടെ കൊണ്ടുപോയി നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും? അപ്പോൾ സ്വാഭാവികമായിട്ടും നഗരത്തിന് ഇതുപോലുള്ളൊരു വലിയൊരു പ്രദേശം വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സിസ്റ്റം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ പോകാനുള്ളതാണ്. ഇന്ന് അതായത് ഈ സമീപ ഭാവിയിലൊന്നും നമ്മൾ ഈ പറയുന്ന പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു വലിയ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്, 1-2 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അതൊരു വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. അതെ, നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഈ ശുചീകരണ തൊഴിലാളികൾ ഉണ്ട്, അവരുടെ എണ്ണത്തിൽ അപര്യാപ്തതയുണ്ട്. ഉള്ളവരെ കൊണ്ട് തന്നെ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അവർ ജോലി ചെയ്യുന്ന സാഹചര്യവും അങ്ങേയറ്റം ശോചനീയമാണ്. അവരുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഈ കാര്യത്തിൽ എന്താണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമെന്നായിരിക്കും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ അവരുടെ കാര്യത്തിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നടപടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഈ ശുചീകരണ മേഖലയിലേക്ക് വരും. ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ ഒരു വൈറ്റ് കോളർ ജോലിയെ മാത്രം താല്പര്യപ്പെടുന്ന ഒരു സൊസൈറ്റി, അതിൽ നിന്ന് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നാളുകളിൽ അവരുടെ ജീവിതം സുരക്ഷിതമാകുമെന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴോ ആരൊക്കെയോ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീയിലേക്ക് ആളുകൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ലോക്കൽ ബോഡിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവർക്ക് ലഭ്യമാക്കേണ്ട സൗകര്യങ്ങൾ പലയിടത്തും നമുക്കറിയാലോ. മുൻപ് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വികേന്ദ്രീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ്, 1 രൂപ ഇന്ത്യയിൽ ചിലവഴിക്കുന്ന സമയത്ത് 10 പൈസയെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തുന്നുള്ളൂ എന്ന്. അതേ സിസ്റ്റത്തിൻ്റെ ഇപ്പം അധികാര വികേന്ദ്രീകരണം ഉണ്ടെങ്കിൽ പോലും എത്രമാത്രം അത് താഴെത്തട്ടിലേക്ക് ഫലപ്രദമായിട്ട് എത്തുന്നുണ്ട് എന്ന് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് അവിടെ എത്തുന്നില്ല. നമുക്കറിയാം, കുടുംബശ്രീക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എല്ലാ വർഷവും വയ്ക്കുന്നുണ്ട്, പല പദ്ധതികളുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് എടുക്കാൻ അതിലും പ്രധാനമായിരിക്കുന്നത് പല മേഖലകളിലും ഈ പറയുന്ന ഫയലും ബ്യൂറോക്രസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന നിസ്സഹകരണമോ ഒക്കെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോഴിക്കോട് കോർപ്പറേഷൻ UDFിലെ കൗൺസിലറാണ് താങ്കൾ. കഴിഞ്ഞ 6 വർഷമായിട്ട് ചെവായർ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തെ? കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും വലിയ നമ്മുടെ ഒരു കോർപ്പറേഷൻ നേരിടുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ഫയലുകളുടെ കൃത്യമായിട്ടുള്ള പരിശോധനയെ ഓഫീസ് തന്നെ. അത് നമുക്കറിയാലോ. മേയർ അതായത് തോട്ടത്തിൽ രവീന്ദ്രൻ ചാർജ് എടുത്ത ഉടനെ തന്നെ പറഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷനിൽ കൃത്യമായിട്ട് അഴിമതിയുണ്ട്, നമ്മളെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് അദ്ദേഹം അവരുടെ ഫസ്റ്റ് പ്രസംഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിനും അതിനെ പൂർണ്ണമായിട്ട് കഴിയുന്നത് തോന്നുന്നില്ല. കാരണം അതിന് പല രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ എന്ത് തന്നെ ശ്രമിച്ചു നോക്കിയാലും എത്രത്തോളം അത് ഫലപ്രദമാകും എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അവരുടെ സഹകരണം ഇല്ലാതെ നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് എല്ലാവരും ഇല്ല കേട്ടോ. ഇതിനൊക്കെ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പോലീസിലെ പല ആളുകളും കുറ്റം പറയാറുണ്ട്. അതെ, ഒരു 10% ആളുകൾ ഈ ഒരു രീതിയിലാകുമ്പോൾ അത് മൊത്തമായിട്ട് എല്ലാവരെയും കുറിച്ചുള്ള ഒരു ചിത്രം ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ 10% ആൾ മതി ഇത് മൊത്തമായിട്ടും നശിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് നഗരത്തിനെ സംബന്ധിച്ച്. പിന്നെ നഗരത്തിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല. നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവംബർ 2-നൊക്കെ അത് പബ്ലിഷ് ചെയ്യുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിലെന്താണ്, നമ്മളിപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഏതൊരു നഗരമായിട്ടും വികസിക്കാൻ കഴിയാത്ത അവസ്ഥ. നമുക്കറിയാം, ജൻട്രം പോലുള്ള പദ്ധതി കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലായിട്ടാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി
അന്നത്തെ ഭരണസമിതി നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് എറണാകുളമുള്ള എലിസബത്ത് കൺസൾട്ടൻസി എന്ന് പറയുന്ന ആളിനെ. കോഴിക്കോട് നഗരത്തിൽ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട ആർക്കിടെക്ട്സും ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നേടിയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ നിൽക്കുന്ന ഒരു നഗരത്തെക്കുറിച്ച്, ഈ നഗരത്തിൻ്റെ ഒരു കാര്യവും അറിയാത്ത ഒരാളുടെ അടുത്ത് കൺസൾട്ടൻസി കൊടുത്തു, ലക്ഷക്കണക്കിന് രൂപ കോഴിക്കോട് കോർപ്പറേഷൻ അവർക്ക് നൽകി. അത് കൃത്യമായിട്ടുള്ള അഴിമതിയാണ്. കാരണം ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തി താല്പര്യം, സ്വജനപക്ഷപാതവും എന്ന് പറയാവുന്ന രീതിയിൽ അവരുടെ താല്പര്യമുള്ള ആളുകളുടെ കയ്യിലേക്ക് ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അത് മാസ്റ്റർ പ്ലാൻ ആയാലും നമുക്ക് അതുകൊണ്ടുണ്ടായത് കോഴിക്കോട് നഗരത്തിന് ലഭ്യമാകേണ്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു, മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ പോയതുകൊണ്ട്. ഇപ്പം നമുക്കറിയാം അമൃത് പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയായിരുന്നു, സ്മാർട്ട് സിറ്റി പദ്ധതി, അതിലേക്കൊന്നും കോഴിക്കോട് നഗരം ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ അനന്തമായ സാധ്യതയുള്ളൊരു നഗരമാണ്. കാരണം എറണാകുളം ഓൾമോസ്റ്റ് ഹൈലി പോപ്പുലേറ്റഡ് ആണ്, ഓൾമോസ്റ്റ് എത്താവുന്ന രീതിയിലെല്ലാം അത് ഡെവലപ്പായി കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്ക് ഇനി അങ്ങോട്ട് വികസിക്കാനുള്ള സാഹചര്യം ഇല്ല. പക്ഷേ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് ഒരു വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ കോഴിക്കോട് നഗരസഭയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം കൃത്യമായിട്ട് പ്ലാനിങ് ആണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആ ഒരു പ്ലാൻ ഇല്ലാത്തടത്തോളം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? നമുക്ക് പ്രത്യാശിക്കാം മാസ്റ്റർ പ്ലാൻ എത്രയും പെട്ടെന്ന് തന്നെ അതൊരു യാഥാർത്ഥ്യമാകുന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നതാണ് കൗൺസിലർ പറയുന്നത്. നമ്മൾ കൗൺസിലിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, കൗൺസിൽ യോഗത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. 6 വർഷമായിട്ട് ചെവായർ വാർഡിനെ പ്രതിനിധീകരിക്കുകയാണ്. കൗൺസിലിനകത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? കൗൺസിലിനകത്ത് തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മളൊക്കെ രാഷ്ട്രീയക്കാരായിട്ടാണ് മത്സരിച്ച് ജയിച്ചു വന്നിട്ട് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടി വരും. തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടി വരും. വികസനത്തിന്റെ കാര്യത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ ഒന്നിച്ചുള്ള നിലപാടെടുക്കാനും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ പല കാര്യങ്ങളിലും പറയേണ്ട കാര്യങ്ങളിൽ ഇപ്പോൾ കൗൺസിൽ സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഉള്ള മേയറിനെ നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ കൗൺസിലും ഈ കൗൺസിലും നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് തന്നെ ഒരു നമ്മളൊക്കെ കൗൺസിൽ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ കൗൺസിൽ പലപ്പോഴും നമ്മൾ LDF ആയാലും UDF ആയാലും അംഗങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇത്തവണ അത് കുറച്ചൊക്കെ മാറ്റി എടുത്തിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ മാറി വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബഹളം ഉണ്ടാകുന്നതല്ല, ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അത് റേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിനെ ബഹളം, അനാവശ്യ ബഹളം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് പല ആളുകളും അതിനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്നത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളായിരുന്നു. പല രീതിയിൽ എന്താ പറയുക, മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ആയിരുന്നു സഭയ്ക്കുള്ളിലുണ്ടായിരുന്നത്, ഉള്ളിലും പുറത്തും എല്ലാം. പക്ഷെ കഴിഞ്ഞ തവണയാണ് അതിനൊരു മാറ്റം ഉണ്ടായത്. തെറ്റിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് കഴിഞ്ഞ കൗൺസിലിൽ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അന്ന് നമുക്കത് ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലേഴ്സ് തമ്മിൽ ഒരു നല്ലൊരു ആത്മബന്ധം കഴിഞ്ഞ കൗൺസിലിനെ കീപ്പ് ചെയ്യാം. നമ്മൾ കൗൺസിലിനുള്ളിൽ അതൊരു നല്ലൊരു സൗഹൃദാന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കഴിഞ്ഞൊരു കൗൺസിലിന് അത്ര തന്നെ നമുക്കൊരു ഇടപെടലാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും അത് പിറകോട്ട് പോകുന്നൊരു കാഴ്ച പലപ്പോഴും നമുക്ക് കാണുന്നുണ്ട്. കൂടുതൽ ശക്തമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. അതെ, പല കാര്യങ്ങളിലും ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ആ രീതിയിലേക്കുള്ള ഒരു ഇടപെടലായിട്ട് മാറുന്നില്ല. പിന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പം മേയറിനെ പറ്റിയിട്ട് നമുക്ക് വലിയ പ്രതീക്ഷ, കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയൊരു അഭിപ്രായമായിരുന്നു നമ്മുടെ മേയറിനെ പറ്റി, ജനകീയമായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ പല കൗൺസിലുകളിലും നമ്മളൊരു വിഷയം ഒരു കൗൺസിലർ റേസ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന സമയത്ത് പലപ്പോഴും അത് മേയർ അവരെ അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം റീസെൻ്റ് ആയിട്ടുള്ള കൗൺസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം പ്രേമജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പല ആളുകളുടെ ഇടയിലും നമുക്ക് ബീങ് എ കൗൺസിലർ നമുക്ക് പറയാനുള്ളത് നമ്മൾ എവിടെ പോയിട്ടാണ് പറയാം, നമ്മൾ കൗൺസിലാണ് നമുക്ക് കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു വിഷമമാണ്, അതൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അപ്പം അത് അത്രയേ ഉള്ളൂ. അല്ലാതെ
അവർ നല്ലൊരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളും ഒക്കെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പ്രധാനമന്ത്രി കോഴിക്കോട് വന്നിരുന്നു. 2 ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ കൗൺസിലിൽ BJPയുടെ കൗൺസിലർമാർ ഉയർത്തിയൊരു വിഷയം കൂടിയായിരുന്നു അത്. നമ്മളെ ഭരണാധികാരികൾ, കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ, അവർ കോർപ്പറേഷൻ്റെ ആവശ്യങ്ങൾ കൗൺസിലിനോട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറായില്ല എന്നൊരു പരാതി ഉന്നയിച്ചിരുന്നു. കൗൺസിലിൻ്റെ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് തന്നെ അവർ പറഞ്ഞിരുന്നു. അപ്പം അക്കാര്യത്തിൽ എന്താണ് കൗൺസിലർക്ക് പറയാനുള്ളത്? ആ ഒരു വിഷയത്തിൽ മേയറുടെ ഭാഗവും BJP രാഷ്ട്രീയപരമായിട്ട് BJPയുടെ ഭാഗവും വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അത് പ്രസിഡന്റ് ആണെങ്കിലും അവരെ റിസീവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കോഴിക്കോട് നഗരപിതാവിനുണ്ട്. അതൊരു വലിയ കാര്യം. മറുവശത്ത് ഇതിന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൃത്യമായിട്ട് ചെയ്യാതെ വരുന്ന സമയത്ത് നമ്മളതിനെ വെറുതെ ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം 2 ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ച അതിലുണ്ടായിട്ടുണ്ട്. നമ്മൾ കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാം നമ്മുടെ ഫണ്ടിൻ്റെ വലിയ അപര്യാപ്തതയാണ്. കഴിഞ്ഞ വർഷം 15 ലക്ഷം രൂപയായിരുന്നു ഓൺ ഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ വർഷം അത് 12 ലക്ഷമാക്കി വെട്ടിക്കുറയ്ക്കുകയുണ്ടായത്. അപ്പം ഓരോ വർഷവും ടാക്സ് കൂടുകയും സൗകര്യങ്ങൾ കൂടുകയും എല്ലാം കൂടുന്ന സമയത്തും വികസനത്തിന് ലഭ്യമാകേണ്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, പദ്ധതിക്ക് വേണ്ട ഫണ്ട് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഭീമമായ നഷ്ടം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കോർപ്പറേഷൻ്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു സാഹചര്യം അവസരം കിട്ടുമായിരുന്നെങ്കിൽ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയമായിട്ടുള്ള ഇഷ്യൂസിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 ഭാഗത്തു നിന്നും അതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ചെയ്യണം. കാരണം നഗരത്തിൻ്റെ പിതാവിനെ മാനിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. കുറച്ച് എന്താ പറയുക ഒരു അഹങ്കാരം അല്ലെങ്കിൽ കുറച്ചൊരു ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടായിരിക്കാം അത് കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസും ഉണ്ടാവാതിരുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അതാണ് കൗൺസിലർക്ക് പറയാനുള്ളത്. മറ്റൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കൗൺസിൽ യോഗം മുതൽ KCL ചാനൽ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും കൗൺസിലിൽ നടക്കുന്ന ചർച്ചകളെ വളച്ചൊടിക്കപ്പെടുകയും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പുറത്ത് ജനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തത്സമയം ജനങ്ങൾക്ക് കാണാൻ, അപ്പോൾ യാഥാർത്ഥ്യമായിരിക്കും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയെടുത്ത KCLന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ഒരു അവസരത്തിൽ കൗൺസിലിന് വേണ്ടി തന്നെ നേരുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് KCL ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ കൗൺസിലിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം. നമ്മൾ സാമാജികനൊപ്പം പരിപാടിയുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. അവസാനം നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചേവായൂർ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീമതി വിദ്യാ ബാലകൃഷ്ണനാണ്. അവസാനമായിട്ട് ചോദിക്കുന്നു, കോഴിക്കോട്ടെ ഈ പറയുന്ന ചേവായൂർ ഡിവിഷനകത്തെ ജനങ്ങളോട് കൗൺസിലർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 6 വർഷമായിട്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് കോഴിക്കോട് ചേവായൂർ 21-ാം വാർഡിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടും അവർ 2ാം തവണയും മുൻപുള്ളതിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടാണ് എന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. ഒരുപാട് സാഹചര്യം, രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള തിരഞ്ഞെടുപ്പായിരുന്നു, ജനറൽ വാർഡായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവർ അത്രയും നല്ല രീതിയിലുള്ള സൗകര്യവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടർന്നും എൻ്റെ വാർഡിലെ ജനങ്ങളുടെ സഹകരണം എല്ലാവരും ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. തീർച്ചയായിട്ടും പരമാവധി വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അവരുടെ കൂടെ പരമാവധി കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സർവാത്മന ഞാൻ തയ്യാറാണെന്നാണ് എനിക്ക് വാർഡിലെ ജനങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും അതിലൊരു ഇത്രയും സൗകര്യങ്ങളും സഹായം ചെയ്തു തന്നതിന് ദൈവത്തോടും വാർഡിലെ ജനങ്ങളോടും പൂർണ്ണമായിട്ടുള്ള ഒരു കൃതജ്ഞത കൂടി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും വളരെയധികം നന്ദി. നമ്മുടെ സാമാജികനൊപ്പം പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.